Good morning to one and all. Welcome to our online classroom, Cooperative Law. The cooperative legislation and its history in India has been deeply discussed in the previous discussion. Hence, here an attempt is made to discuss a few words about the history of legislation in Kerala state. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന മാറ്റേഴ്സ് ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതായിരുന്നു. വളരെ ഡീപ്പായിട്ട് നമ്മൾ അതിലെ ഓരോ പാർട്ടും ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റാണ്, അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റാണ്. ഇപ്പം നമുക്കറിയാം, കേരളം ഇന്ന് പറയുന്ന കേരളം എന്നുള്ളത് പണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പൊക്കെ 3 നാട്ടുരാജ്യങ്ങളായ 3 പ്രൊവിൻസ് കൂടി ചേർന്നിട്ടുള്ളതാണ് ഇന്നത്തെ കേരളം. അതായത് മദ്രാസ് പ്രൊവിൻസിൻ്റെ ഭാഗമായിരുന്ന മലബാർ ഏരിയയും അതേപോലെ കൊച്ചിൻ സ്റ്റേറ്റും ട്രാവൻകൂർ സ്റ്റേറ്റും കൂടി ചേർന്നിട്ടുള്ളതാണ് ഇന്നത്തെ കേരളം. 1956 കേരള സ്റ്റേറ്റ് നിലവിൽ വന്നത്. അപ്പം ഈ 3 അതായത് 2 നാട്ടുരാജ്യങ്ങളും മദ്രാസ് പ്രൊവിൻസിൻ്റെ ഭാഗമായിട്ടുള്ള മലബാർ ഏരിയയും കൂട്ടിച്ചേർത്തിട്ടാണ് 1956 കേരള സ്റ്റേറ്റ് നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ കേരള സ്റ്റേറ്റിൻ്റെ കോപ്പറേറ്റീവ് ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ ഈ 3 പ്രൊവിൻസിലും വന്നിട്ടുള്ള കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ 3 പ്രൊവിൻസിലുള്ള കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ കൂടിച്ചേർന്നിട്ടാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ ആദ്യമായി ഇന്ത്യയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത് 1904 ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റാണ്. അതിനുശേഷം 1912 സെക്കൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും നിലവിൽ വന്നു. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ ഹിസ്റ്ററി പറയുമ്പോൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്, മദ്രാസ് പ്രൊവിൻസിലും അതുപോലെ കേരളത്തിൻ്റെ മറ്റു 2 പ്രൊവിൻസായ ട്രാവൻകൂറിലും കൊച്ചിയിലൊക്കെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മൂവ്മെൻറ്റ് ഫസ്റ്റ് മുതൽ ആ ബ്രിട്ടീഷ് റൂളിൻ്റെ കാലയളവിൽ തന്നെ ഈ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് നിലനിന്നിരുന്നു. അതായത് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള പ്രൊവിൻസുകളായിരുന്നു അന്നു മദ്രാസ് പ്രൊവിൻസും കൊച്ചിൻ പ്രൊവിൻസും ട്രാവൻകൂർ പ്രൊവിൻസും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് റൂൾ കാലയളവിൽ തന്നെ കേരളത്തിൽ, അല്ലെങ്കിൽ ഇന്നത്തെ കേരളത്തിൽ, അന്നത്തെ പ്രൊവിൻസിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് നിലനിന്നിരുന്നു എന്നാണ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ ഇതിൻ്റെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ലാൻഡ്മാർക്ക്, അല്ലെങ്കിൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ ലാൻഡ്മാർക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടാണ് ഫസ്റ്റ് വരുന്നത്. അതിന് തുടർച്ചയായിട്ട് 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും നിലവിൽ വന്നിരുന്നു. മലബാർ ഏരിയയിൽ, അതായത് മദ്രാസ് പ്രൊവിൻസിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത് 1932 പക്ഷേ 1912 ആക്ടായിരുന്നു അതുവരെ, അതായത് ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ആയിരുന്നു മദ്രാസ് പ്രൊവിൻസിൽ നിലനിന്നിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മലബാർ ഏരിയാസിലും ആ ഒരു ആക്ട് തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1949 കൊച്ചിൻ സ്റ്റേറ്റും ട്രാവൻകൂർ സ്റ്റേറ്റും ഒന്നാകുകയും ട്രാവൻകൂർ കൊച്ചിൻ
കൊച്ചിൻ വരികയും ആ സ്റ്റേറ്റ് നിലവിൽ വരികയും അപ്പോൾ ആ സ്റ്റേറ്റ് നിലവിൽ വന്നപ്പോൾ അതുവരെ ട്രാവൻകൂറിൽ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 ആണ്. കൊച്ചിനിലാണെങ്കിൽ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 ആണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് തന്നെ ഒരു സ്റ്റേറ്റിൽ തന്നെ 2 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലനിൽക്കുന്നത് അതിൻ്റെ പ്രവർത്തനത്തിന് വിഘാതമായിട്ട് വന്നപ്പോൾ ഈ 2 ആക്ടും കമ്പൈൻ ചെയ്തിട്ട് 1952 49 കൊച്ചിനും ട്രാവൻകൂറും ഒന്നിക്കുന്നത് സ്റ്റേറ്റായിട്ട്. അപ്പോൾ അതിനുശേഷം 1952 ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1952 നിലവിൽ വന്നു. പിന്നീട് 1956 കേരള സ്റ്റേറ്റ് രൂപീകരിച്ചപ്പോൾ മദ്രാസ് ഏരിയയും കൂടിയും ഈ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് മാറി. അങ്ങനെ അവിടെ മദ്രാസ് ഏരിയയിൽ അല്ലെങ്കിൽ മലബാർ ഏരിയ, മദ്രാസ് പ്രൊവിൻസിൻ്റെ ഭാഗമായിട്ടുള്ള മലബാർ ഏരിയയിൽ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 കൊച്ചിൻ ട്രാവൻകൂർ ഏരിയയിൽ ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1952 ആയിരുന്നു. 1956 ശേഷം കോപ്പറേറ്റീവ് മേഖലയിലുള്ള 2 നിയമങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ തന്നെ കോർപ്പറേഷന് 2 നിയമങ്ങൾ എന്നുള്ള ഒരു അവസ്ഥ സംജാതമാകുകയും അതിൻ്റെ ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റിന് ഒരൊറ്റ കോപ്പറേറ്റീവ് ആക്ട് എന്ന ലക്ഷ്യത്തോടു കൂടി പിന്നീട് 1969 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നു. അപ്പോൾ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ആക്ട് എന്നുള്ളത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ആണ്. ആ 9ൽ അപ് ടു ഡേറ്റ് ആയിട്ട് പല വർഷങ്ങളിലും അമെൻമെൻ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ബേസ് എന്ന് പറയുന്നത് 1969 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റാണ്. അപ്പോൾ ഇതാണ് കോപ്പറേറ്റീവ് സെക്ടറിൽ നമ്മുടെ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള എന്ന് പറയുന്നതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാറ്റേഴ്സ്. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റേറ്റിൽ നടന്നിരിക്കുന്ന കോപ്പറേറ്റീവ് ലെജിസ്ലേഷനെ പറ്റിയിട്ട് വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 ആണ്. ഈ ബ്രിട്ടീഷ് റൂൾ പ്രീ ഇൻഡിപെൻഡൻറ്റ് ടൈമിൽ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാ ക്യാരക്ടറോടും കൂടിയിട്ടുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് കൊച്ചിയിൽ വന്നിരുന്നു. അപ്പോൾ 1913 AR ബാനർജി എന്ന ദിവാൻ്റെ ലീഡർഷിപ്പിലാണ് ഈ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാകുന്നത്. അപ്പം അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, സെപ്പറേറ്റ് സൊസൈറ്റീസ് were started for extending agricultural and non-agricultural credit. അതായത് 1913 ആക്ടിൽ ക്രെഡിറ്റ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടും നോൺ ക്രെഡിറ്റ് അല്ലെങ്കിൽ നോൺ അഗ്രികൾച്ചറൽ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടും അതാണ് സെപ്പറേറ്റ് സൊസൈറ്റി വാസ് സ്റ്റാർട്ടഡ് ടു എക്സ്റ്റെൻഡിങ് അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റാണ്. അപ്പോൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടല്ല, നോൺ അഗ്രികൾച്ചറൽ പർപ്പസിനും ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ആക്ട്. ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ ഈ സെപ്പറേറ്റ് സൊസൈറ്റി തന്നെ, അതായത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് വേറെ സൊസൈറ്റി, നോൺ അഗ്രികൾച്ചറൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് വേറെ സൊസൈറ്റി, അങ്ങനെ സെപ്പറേറ്റ് സൊസൈറ്റി തന്നെ ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ ഫോം ചെയ്തിരുന്നു. രണ്ടാമത്തെ കേസ് വരുന്നത് സൂപ്പർവൈസിങ് യൂണിയൻ മസ്റ്റ് ബി സ്റ്റാർട്ടഡ് ഫോർ സൂപ്പർവൈസിങ് ദി സൊസൈറ്റീസ്. അപ്പോൾ സൊസൈറ്റീസിൻ്റെ എഫക്റ്റീവ് ഗ്രോത്തിനും അതേപോലെ തന്നെ അതിൻ്റെ കറക്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസിൽ വരുന്ന ഡിഫിക്കൽട്ടീസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സൂപ്പർവൈസറി യൂണിയൻ നിർബന്ധമായിട്ടും ഈ ആക്ടിന് കീഴിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത്. മൂന്നാമത്തെ കേസ് ഉള്ളത് ദർ ഈസ് എ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻ ഓപ്പൺ ബോഡി ടു കോർഡിനേറ്റ് ദി യൂണിയൻ.
ഈ യൂണിയനെ സൂപ്പർവൈസിങ് യൂണിയനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻ ഓപ്പൺ ബോഡി ആയിട്ട് ഒരു കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടും നിലവിൽ വന്നു. നാലാമത്തെ ഫീച്ചേഴ്സ്, യൂണിയൻസ് ആർ മെമ്പേഴ്സ് ഇൻ ദി സെൻട്രൽ ബാങ്ക് അണ്ടർ ദി ആക്ട്. ഈ ആക്ടിന് കീഴിൽ സെൻട്രൽ ബാങ്കിലെ മെമ്പേഴ്സാണ് ആര്? ഈ സൂപ്പർവൈസിങ് യൂണിയൻ. അഞ്ചാമത്തത്, ദ ആക്ട് ഗിവ്സ് പ്രയോറിറ്റി ഫോർ കോട്ടേജ് ഇൻഡസ്ട്രി. അപ്പോൾ ഈ ആക്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ പ്രയോറിറ്റി നൽകിയിരുന്നത് കോട്ടേജ് ഇൻഡസ്ട്രീസിനാണ്. കോട്ടേജ് ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രയോറിറ്റി നൽകിയിരുന്നത്. ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. വൺ മോർ. ഫസ്റ്റ് വൺ, the separate societies were started for extending agricultural and non-agricultural credit. Second one, supervising unions must be started for supervising the societies. And third one, there is a Cochin Central Cooperative Institute, an open body to coordinate the unions. Fourth one, unions are members in the central bank under this act. And fifth one, the act gives priority for cottage industries. ഈ ഒരു ആക്ടിന് കീഴിൽ ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് എടവണക്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ്. അത് വൈപ്പിൻകരയിലുള്ള എടവണക്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ് ആദ്യമായി കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ കീഴിൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന പ്രൈമറി സൊസൈറ്റി. അതിനുശേഷമായിട്ട് സെൻട്രൽ ബാങ്ക് അറ്റ് തൃശ്ശൂർ എന്നാണ് പറയുന്നത്, ഇപ്പോഴാണ് തൃശ്ശൂരായത്. ആ തൃശ്ശൂരിലുള്ള സെൻട്രൽ ബാങ്കാണ് പിന്നീട് രജിസ്ട്രേഷൻ, അതിന് സബ്സീക്വൻ്റ് ആയിട്ട് സെൻട്രൽ ബാങ്ക് നിലവിൽ വന്നു. ആ ഫസ്റ്റ് സെൻട്രൽ ബാങ്കാണ് സെൻട്രൽ ബാങ്ക് അറ്റ് തൃശ്ശൂരുള്ളത്. മെനി പ്രൈമറി സൊസൈറ്റീസ് ആർ ദ മെമ്പേഴ്സ് ഇൻ ദിസ് സെൻട്രൽ ബാങ്ക്. ദീസ് ആർ ദ മെയിൻ ഡിസ്കഷൻ റിലേറ്റഡ് വിത്ത് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അടുത്ത ആക്ട് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 ആണ്. ഈ ആക്ട് പാസ് ചെയ്തിരിക്കുന്നത് 1914. അപ്പോൾ ഇതാണ് ഫോമർ ട്രാവൻകൂർ സ്റ്റേറ്റിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് എനാക്ട്മെൻറ്റ് എന്നല്ലെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 ആണ്. അതായത് നമ്മൾ ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മൂവ്മെൻറ്റ് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പല കോപ്പറേറ്റേഴ്സിൻ്റെയും പേര് പറഞ്ഞിരുന്നു. അതിൽ മെയിനായിട്ടുള്ളൊരു പേരായിരുന്നു സർ രാജഗോപാൽ ആചാരി എന്ന് പറയുന്ന. ഈ സർ രാജഗോപാൽ ആചാരി ഫസ്റ്റ് രജിസ്റ്ററായിട്ട് ഈ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റി ട്രാവൻകൂർ സ്റ്റേറ്റിൽ വരികയും അയാളുടെ ഡെഡിക്കേറ്റഡ് കോപ്പറേറ്റീവ് വർക്കാണ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മൂവ്മെൻറ്റിന് ട്രാവൻകൂർ സ്റ്റേറ്റിൽ ഒരു എനർജി ആയിട്ട് ഒരു ഫ്യൂവലായിട്ട് വർത്തിച്ചത് അയാളുടെ വർക്കായിരുന്നു. അപ്പോൾ ഈ ഒരു ആക്ടിന് കീഴിൽ ആദ്യമായിട്ട് രജിസ്റ്റേർഡ് ചെയ്തിരിക്കുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളത് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ്. ഈ ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഇന്നും നിലനിൽക്കുന്ന ബാങ്കാണ്. ഓർമ്മിക്കുക, ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇവിടെ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 കീഴിൽ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ പിന്നീട് ഈ ട്രാവൻകൂർ സ്റ്റേറ്റിന് വന്നിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് ഈ ഒരു സൊസൈറ്റിക്കും പല മാറ്റങ്ങളും വന്നു. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1952 വന്നപ്പോൾ
അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ കൊച്ചിയിലേക്ക് മാറ്റി. കൊച്ചിനും കൂടിയും അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ ഇൻക്ലൂഡഡായി. പിന്നീട് 1969 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നപ്പോൾ ഈ ഒരു ബാങ്കിനെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കി മാറ്റി. ഇന്ന് നമ്മൾ കാണുന്ന കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കാണ് ഈ ട്രാവൻകൂർ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അതായത് അന്നത്തെ ട്രാവൻകൂർ സെൻട്രൽ കോഓപ്പറേറ്റീവ് സ്റ്റേറ്റ് ബാങ്കാണ് ഇന്ന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നുള്ളത് ഇവിടുത്തെ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, അതായത് കൊച്ചിൻ കോഓപ്പറേറ്റീവിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു പ്രൊവിൻസുകളിലൊക്കെ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്തിരിക്കുന്നതിൻ്റെ ഫിനാൻസ് സോഴ്സായിട്ട് വർത്തിച്ചിരുന്നത് അവിടുത്തെ പ്രൊവിൻസ് ഗവൺമെൻറ് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിരുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തിരുന്നത് ഫസ്റ്റ്ലി. പക്ഷേ ഈ ട്രാവൻകൂർ സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത അതിന് വിപരീതമായിട്ട് ഫസ്റ്റ് തന്നെ സെൻട്രൽ ബാങ്ക് ഫോം ചെയ്യുകയും ഈ സെൻട്രൽ ബാങ്കാണ് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഫിനാൻസിങ് അനുവദിച്ചിട്ടുള്ളത്. ഫിനാൻഷ്യൽ ഏജൻസി ആയിട്ട്, അതായത് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ ഏജൻസി ആയിട്ട് വർത്തിച്ചത് ഈ സെൻട്രൽ ബാങ്കായിരുന്നു. അപ്പോൾ ഇതാണ് മെയിനായിട്ട് മറ്റ് പ്രൊവിൻസിൽ നിന്ന് മറ്റ് പ്രൊവിൻസിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിൽ നിന്ന്, അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനുള്ള പ്രത്യേകത. ഈ ഒരു ആക്ടിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഫസ്റ്റ് വൺ, സെൻട്രൽ ബാങ്ക് ഹാസ് ബീൻ ഓർഗനൈസ്ഡ് ആൻഡ് രജിസ്റ്റേർഡ് ടു ദി ആക്ട് ആസ് ദി ഫിനാൻസിങ് ഏജൻസി ഫോർ ദി പ്രൈമറി സൊസൈറ്റീസ്. അതായത് പ്രൈമറി സൊസൈറ്റികൾക്ക് ഫിനാൻസ് അനുവദിക്കുന്ന ഏജൻസിയായിട്ട് ഓർഗനൈസ് ചെയ്യുകയും രജിസ്ട്രേഷൻ ചെയ്തിരിക്കുകയും അത് ബാങ്ക് സെൻട്രൽ ബാങ്കാണ്. അപ്പോൾ സെൻട്രൽ ബാങ്കാണ് പ്രൈമറി സൊസൈറ്റികളുടെ ഫിനാൻസിങ് ഏജൻസി ആയിട്ട് വർത്തിക്കുന്നത്. അത് ആരല്ല, ഗവൺമെൻറ് അല്ല. രണ്ടാമത്തെ ഫീച്ചേഴ്സ്, ദ മെനി ടൈപ്പ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് സച്ച് ആസ് അർബൻ ബാങ്ക്, എംപ്ലോയീസ് സൊസൈറ്റീസ്, വുമൺ സൊസൈറ്റീസ്, മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എക്സെട്ര ആർ ഓർഗനൈസ്ഡ് ആൻഡ് രജിസ്റ്റേർഡ്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയെ പ്രത്യേകത മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ കൊച്ചിൻ കോഓപ്പറേറ്റീവ്സൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ക്രെഡിറ്റ് തന്നെയാണ്, പക്ഷേ അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ പർപ്പസിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ പറയുന്നത് മൾട്ടി പർപ്പസ് ആണ്. അതായത് അർബൻ ബാങ്ക്, എംപ്ലോയീസ് വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളത്, വുമൺ സൊസൈറ്റീസ്, മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, ഇതുപോലത്തെ മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്തു എന്നുള്ളത്. മൂന്നാമത്തെ ഫീച്ചേഴ്സ്, there were a taluk bank in between primary societies and central bank with the object of attracting more deposits. അപ്പോൾ നിങ്ങൾ മാനേജ്മെൻറ്റ് ഓഫ് കോഓപ്പറേറ്റീവ്സ്, അതായത് ഫോർത്ത് സെമ്മിൽ പഠിച്ചിരിക്കുന്ന മാനേജ്മെൻറ്റ് ഓഫ് കോഓപ്പറേറ്റീവ്സിൽ ഒരുപാട് സ്ട്രക്ചർ പഠിക്കുന്നത്, 3 ടയർ സ്ട്രക്ചർ, 2 ടയർ സ്ട്രക്ചർ എന്നൊക്കെ പറയും. ഇതേപോലെ ഈ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സെൻട്രൽ ബാങ്കിൻ്റെയും പ്രൈമറി സൊസൈറ്റീസിൻ്റെയും ഇടയിൽ ഒരു ലെയർ അല്ലെങ്കിൽ ഒരു ടയർ സൃഷ്ടിച്ചു, അതായത് താലൂക്ക് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു താലൂക്ക് ബാങ്ക് എന്തിനാണ് ആ ഒരു 3 ടയർ സ്ട്രക്ചർ ഫോം ചെയ്തതെന്ന് പറഞ്ഞാൽ മോർ ആൻഡ് മോർ ഡെപ്പോസിറ്റ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് കൂടുതൽ ഫിനാൻസ് കപ്പാസിറ്റി ഈ കോഓപ്പറേറ്റീവ് സെക്ടറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടയർ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ആക്ടിന് കീഴിൽ. നാലാമത്തെ കേസ്, firstly, the act permitted to register cooperative societies with unlimited liabilities. But in 1918, the act also permitted to register cooperative societies with limited liabilities. അപ്പോൾ എല്ലാ ആക്ട് പോലെ ആദ്യത്തെ ഫസ്റ്റ് ടൈമിൽ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അൺലിമിറ്റഡ് ലയബിലിറ്റീസിനെ മാത്രമേ പ്രൊമോട്ട് ചെയ്തിരുന്നുള്ളൂ രജിസ്ട്രേഷൻ ചെയ്യാൻ. അല്ലെങ്കിൽ ആ ഒരു ആക്ടിന് കീഴിൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ലയബിലിറ്റി എന്തായിരുന്നു? അൺലിമിറ്റഡ് ആയിരുന്നു.
പക്ഷേ 1918 മുതൽ ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് എങ്ങനെയും വർത്തിക്കാം, എങ്ങനെയും അതിൻ്റെ പ്രവർത്തനം നടത്താം, ലിമിറ്റഡ് ലാബിലിറ്റിയോടുകൂടി തന്നെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഇത് പെർമിറ്റ് ചെയ്തു. അഞ്ചാമത്തത് പറയുന്നത് മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ടു ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റീസ്. മറ്റ് സൊസൈറ്റികൾക്കും എന്ത് ചെയ്യാം, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറാകാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻഡിവിജ്വൽസിന് മാത്രമല്ല, കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുകയായിരുന്നു ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ. ആറാമത്തതാണ് സൂപ്പർവൈസിങ് യൂണിയനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കൊച്ചിൻ കോപ്പറേറ്റീവ്സിലുള്ളതുപോലെ തന്നെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടും അതിൻ്റെ ഇറഗുലാരിറ്റീസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സൂപ്പർവൈസറി യൂണിയൻ സെറ്റപ്പ് ചെയ്തു ഈ ഒരു ആക്ടിന് കീഴിൽ. അപ്പോൾ ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914. One more remember. First one, the central bank has been organized and registered to act as a financing agency for the primary societies. Second one, many type of cooperative societies such as urban bank, employees societies, women societies, marketing societies, etc. are organized and registered. Third one, there were a taluk bank between primary societies and central banks with the object of attracting more deposit. Fourth one, firstly, the act permitted to register cooperative societies with unlimited liabilities, but in 1918 the act also permitted to register cooperative societies with limited liabilities. Next one, the membership is open to both individual and societies. And last one, the supervising union were set up for supervising the societies' growth and correcting irregularities. These are the main features of Cooperative Societies Act. One more thing, you remember, the first cooperative society is Travancore Central Cooperative Bank. These are the first registered cooperative society under this act. അപ്പോൾ എല്ലാവരും പോയിൻറ്റ്സുകളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, ഈ 3 ആക്ടിൻ്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ടു ഓൾ.